പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് ഒരു കഥ പറയാൻ പോവാണ്. എന്തൊരറിയാമോ? The Lord lost the sheep. ഒരടുത്ത് ഷെപ്പേർഡ് ഉണ്ടായിരുന്നു. ആ ഷെപ്പേർഡിക്ക് 100 ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഷെപ്പേർഡെല്ലാം ആട്ടിൻകുട്ടികളെ നോക്കിയത്? സൂക്ഷിച്ചു നോക്കുവായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ വയറ് നിറച്ച ഷെപ്പേർഡിന് കൊടുത്തത്? വയറ് നിറച്ച് വെള്ളവും ഭക്ഷണവും കൊടുത്തു. എല്ലാ രാവിലെ എവിടെയായിരുന്നു ആ ഷെപ്പേർഡ് ആട്ടിൻകുട്ടികളെ കൊണ്ടുപോകുന്നത്? മേയ്ക്കാൻ കൊണ്ടുപോകുന്നു. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ആട്ടിൻകുട്ടി വഴി തെറ്റി പോയാൽ ഷെപ്പേർഡ് പറയും, ആട്ടിൻകുട്ടി അതല്ല ശരിയായ വഴി, ഇതാ ശരിയായ വഴി. വീട്ടിൽ പോയിട്ട് എല്ലാ ആട്ടിൻകുട്ടീൻ്റെ കൗണ്ട് ചെയ്യുവായിരുന്നു. എൻ്റെ കൂടെ ഒന്ന് കൗണ്ട് ചെയ്യണേ. 1 2 3 4 അങ്ങനെ 97 98 99. അയ്യോ, 100ാമത്തെ ആട്ടിൻകുട്ടീനെ കാണാനില്ലല്ലോ. അവൻ എത്ര ക്ഷീണിച്ചാലും അവൻ വീണ്ടും കൗണ്ട് ചെയ്ത്. എൻ്റെ കൂടെ ഒന്ന് കൗണ്ട് ചെയ്യണേ. 1 2 3 4 അങ്ങനെ 97 98 99. അയ്യോ, 100ാമത്തെ ആട്ടിൻകുട്ടീനെ കാണാനില്ലല്ലോ. അവൻ പേടിച്ചു പോയി. അവൻ തപ്പി നോക്കാൻ പോയി. അവൻ പോയപ്പോൾ അവരെ മുള്ളും കല്ലും ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ആട്ടിൻകുട്ടി എവിടെയാണ് നീ എന്ന് പറഞ്ഞു. വീണ്ടും ആട്ടിൻകുട്ടി എവിടെയാണ് നീ? അതുകൊണ്ട് ഒരു ശബ്ദം വീഴുന്നു. അവൻ ഓടി ചെന്ന് നോക്കിയപ്പോൾ അവന് സങ്കടമായി. എന്നിട്ട് ഷീപ്പിനെ തോലെ വെച്ചിട്ട് ഒടുവിലെല്ലാം തുടച്ച് കളഞ്ഞു. മോറൽ ഓഫ് സ്റ്റോറി, നമ്മളുടെ ഷെപ്പേർഡ് ആരാന്നറിയുമോ? ഗോഡ്. പക്ഷെ ഗോഡ് ഷെപ്പേർഡാണെങ്കിൽ ആരാ ഷീപ്പ്? നമ്മളെല്ലാവരും ഷീപ്പാ. നമ്മൾ ആൻസർ കേട്ട് പോയാൽ ദൈവം പറയും, അതല്ല ശരിയായ വഴി, ഇതാ ശരിയായ വഴി എന്ന് പറയും. വീണ്ടും അങ്ങനെ ചെയ്താൽ നമ്മളുടെ ലാസ്റ്റ് ഷീപ്പിൻ്റെ പോലെ ആകും. John 10:27-6. My sheep hear my voice, and I know them, and they follow me. Thank you.